നമസ്കാരം. സ്പിയാർട്സ് ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ NGOകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റൽ സ്റ്റഡീസിൻ്റെയും നാഷണൽ NGO കോൺഫെഡറേഷൻ്റെയും ആഭിമുഖ്യത്തിൽ മാവേലിക്കര, ചെങ്ങന്നൂർ, മുതുകുളം, ഹരിപ്പാട്, വെളിയനാട്, ആര്യാട് സീഡുകളിലെ മെമ്പർമാരും വിദ്യാർത്ഥികളുമായിട്ടുള്ളവർക്ക് വേണ്ടി ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പദ്ധതിയുടെ ഭാഗമായി ഉപഭോക്തൃ വിഹിതത്തിൻ്റെ 50% അടച്ചിട്ടുള്ള HP ലാപ്ടോപ്പുകളുടെ വിതരണ ഉദ്ഘാടനമാണ് ഇന്ന് ചെട്ടികുളങ്ങരയിൽ ദേവി ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത്. i3, i5 ഉൾപ്പെടെയുള്ള ആധുനികമായ ഏറ്റവും പുതിയ ഫീച്ചേഴ്സുള്ള ലാപ്ടോപ്പ് 75,000 രൂപ മുതൽ 52,000 രൂപ വരെയുള്ള ലാപ്ടോപ്പാണ് നേരെ പകുതി വിലയ്ക്ക് 30,000 രൂപയ്ക്കും 25,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പദ്ധതിയുടെ ഭാഗമായി ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചടങ്ങ് ആരംഭിക്കുകയാണ്. ആ ചടങ്ങിൻ്റെ ആദ്യ പടിയായി ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ മാവേലിക്കര സീഡ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീമതി വി ശ്രീജയെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കാര്യപരിപാടിയില് ആദ്യം ഈശ്വര പ്രാർത്ഥന. ചൈതന്യമേ, നിത്യ ചൈതന്യമേ, കൈകൾ കൂപ്പുന്നു സമ്പൂർണ്ണ സന്നിധിയിൽ, മതജാതി വർണ്ണങ്ങളെല്ലാം മറന്നേക മനസ്സായി നമിക്കുന്നു ജാഡ്യാന്തരം. ചൈതന്യമേ, നിത്യ ചൈതന്യമേ. അപ്പം നമുക്ക് സമയക്കുറവുണ്ട്, നമ്മുടെ MLAക്ക് അത്യാവശ്യം പോകണം. അപ്പം എടുത്തു പറയാൻ ഇന്ന് ഈ പ്രോഗ്രാമിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നമ്മളുടെ കുട്ടികൾ, അവരെയും അവരോടൊപ്പം എത്തിച്ചേർന്ന രക്ഷിതാക്കളെയും, അതിലെല്ലാം ഉപരി ഇന്ന് ഞാൻ വിളിച്ചിട്ടും ചെട്ടികുളങ്ങരയിലെ ഈ പ്രോഗ്രാമിന് എത്തിച്ചേർന്ന ചെട്ടികുളങ്ങരയിലെ എല്ലാ നല്ലവരായ നാട്ടുകാരെയും, അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ 7 സീഡ് സൊസൈറ്റികളുടെ സെക്രട്ടറിമാർ, പ്രസിഡന്റുമാർ, പ്രൊമോട്ടർമാർ, ഫീൽഡ് പ്രൊമോട്ടർമാർ എല്ലാവരെയും ഇന്ന് ഈ ചടങ്ങിനെ പ്രൗഢഗംഭീരമാക്കാൻ എത്തിച്ചേർന്ന ഓരോരുത്തരെയും വളരെ സന്തോഷത്തോടു കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. അധ്യക്ഷ പ്രസംഗത്തിന് മുൻപായിട്ട് നമ്മുടെ ഉദ്ഘാടനം നടത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട MLAക്ക് മറ്റ് പ്രോഗ്രാം ഉള്ളതിനാൽ ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും ബഹുമാനത്തോടെ നമ്മുടെ MLAയെ ലാപ്ടോപ്പിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് ക്ഷണിക്കുന്നു. നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ നടക്കുന്ന വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ചടങ്ങാണ്. നമ്മളുടെ ഒരുപാട് സമൂഹത്തിലെ നാനാതുറകളിൽപ്പെട്ട വിദ്യാർത്ഥിനികൾ മാത്രമല്ല നാനാതുറകളിൽപ്പെട്ടവർക്കായിട്ട് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്ന വളരെ ധന്യമായ ഒരു ചടങ്ങിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഈ ദിവസം ഒരു പ്രത്യേക പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റൽ സ്റ്റഡീസിൻ്റെ നേതൃത്വത്തിലാണ്, NGO കോൺഫെഡറേഷൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഇത് നടക്കുന്നത്. ഇതിന് കാരണക്കാരനായത് എനിക്ക് ഏറ്റവും ഹൃദയപരമായ അടുപ്പമുള്ള അനന്തകുമാർ സാറിൻ്റെ നേതൃത്വത്തിലുള്ളൊരു ടീം വർക്കാണ്. ഒരുപാട് പേരുടെ അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇന്ന് 7 ബ്ലോക്കുകളുടെ പരിധിയിൽ വരുന്ന വ്യക്തികൾക്ക്, കുട്ടികൾ, ബഹുഭൂരിപക്ഷം കുട്ടികളാണ്, കുട്ടികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ മാവേലിക്കര, ചെങ്ങന്നൂർ, ഭരണിക്കാവ്, മുതുകുളം, ഹരിപ്പാട്, ചമ്പക്കുളം, വെളിയനാട്, കുട്ടനാട് അടക്കം ഉള്ള പ്രദേശങ്ങളിൽ നിന്നാണ് ഇന്നിവിടെ കുട്ടികളടക്കം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഇത്തരം ഒരു ഇനിഷ്യേറ്റീവ് നടത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കുറച്ചൊരു റിസ്കി ഫാക്ടർ ഉണ്ട് ഇതിൽ. എന്തായാലും ഇന്ന് നിങ്ങൾക്ക് 1-2 പേർക്ക് ഈ ലാപ്ടോപ്പ് വിതരണം ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്. മണ്ഡലത്തിൽ തന്നെ മറ്റ് ചില പരിപാടികളുമായി ബന്ധപ്പെട്ട് ഇതേ സമയം തന്നെ കൊടുത്തുപോയി. ഇത് കേവലമായ ഒരു ലാപ്ടോപ്പ് വിതരണ ചടങ്ങായിട്ട് നിങ്ങൾ കാണരുത്. നാളെ നിങ്ങൾ ഓരോരുത്തരും സമൂഹത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായി വരാൻ വേണ്ടി, മറ്റുള്ളവരെ കൂടി സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലായിട്ട് നിങ്ങൾക്ക് കൂടി മാറാൻ കഴിയണം എന്നുള്ളൊരു മെസ്സേജാണ് ഇതിലൂടെ തരുന്നത്. നിങ്ങളുടെ ഇന്ന് ഒരു ചെറിയ തുക കളക്ട് ചെയ്ത്, ചെറിയ തുക എന്ന് ഞാൻ പറഞ്ഞ നേരെ പകുതി, അപ്പം അതിൻ്റെ ഇരട്ടി തുകയ്ക്കുള്ള സാധനമാണ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം പണം അടയ്ക്കുന്നവൻ എപ്പോഴും അതിൻ്റെ ഒരു വാല്യൂ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം അതിൻ്റെ ടെൻഷൻ മുഴുവൻ ഒരു പക്ഷേ ഏറ്റെടുക്കുന്നത് ഈ 7 സീഡ് സൊസൈറ്റികളുടെ ഭാരവാഹികളായിരിക്കും. അവരോട് നിങ്ങൾക്ക് പഞ്ചായത്തുകാർക്കറിയാം, ഒരു ഗുണഭോക്തൃ വിഹിതം അടയ്ക്കാൻ പറഞ്ഞാൽ വരുന്ന പ്രയാസം ഇവിടെ ഇരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരോട് ചോദിച്ചാൽ അറിയാം. എനിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാലവും ഉണ്ടായിരുന്നു. അപ്പോൾ അറിയാം. ഇതിന് കാരണക്കാരായിട്ടുള്ള നാഷണൽ NGO കോൺഫെഡറേഷനും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനും എല്ലാവിധമായിട്ടുള്ള നന്ദിയും ഞങ്ങളുടെ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് നൽകുന്നു. നിങ്ങൾക്കെല്ലാം ജീവിതത്തിൽ വിജയമുണ്ടാവട്ടെ, എല്ലാ ഉന്നതികളിലും എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.
ഔപചാരികമായി ഇതിൻ്റെ വിതരണം നടത്തിക്കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. താങ്ക് യു. ശ്രീ ശ്രീജിത്ത് അവർകൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെട്ടികുളങ്ങര അദ്ദേഹത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യരെ, ഏറ്റവും സന്തോഷകരമായ ഒരു പരിപാടിയാണ് ഇവിടെ നടന്നത്. ഞങ്ങൾ ജനപ്രതിനിധികളെയൊക്കെ സംബന്ധിച്ച് ഇത് വലിയ ആശ്വാസമായിരുന്നു വാർഡുകളിൽ. കാര്യം തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഏതാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് ലാപ്ടോപ്പ് വിതരണം എന്നുള്ള പദ്ധതി അതൊരു എല്ലാ വിഭാഗത്തിലെ കുട്ടികൾക്കും ഇല്ല. ഈ ജനറൽ അല്ല OBC അങ്ങനെയുള്ള കുട്ടികൾക്കില്ല. അത് ഒരു വിഭാഗത്തിന് മാത്രമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ഈ ഗ്രാമസഭകളിൽ ഇതിൻ്റെ ലിസ്റ്റ് വായിക്കുകയും ഈ ഗ്രാമസഭയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഫോറം ഇങ്ങനെ വിതരണം ചെയ്യുന്ന സമയത്തുമെല്ലാം വലിയ തരത്തിൽ ഇത് ലഭിക്കാത്ത ലഭിക്കാത്ത ആൾക്കാർ നമ്മളോട് വല്ലാതെ കോപിക്കുമായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പറയായിരുന്നു, ഒരു പകുതി പൈസ ആയാലും ഞങ്ങൾ തരാം, ഞങ്ങൾക്ക് നിങ്ങൾ തരത്തില്ലയോ എന്നിങ്ങനെ ചോദിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ജനപ്രതിനിധികളായ ഞങ്ങളുടെ അടുക്കലേക്കാണ് ഈ സംവിധാനം, ഈ സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു വലിയ ഒരു സാധ്യത, അതാണ് ഞാൻ അതിൻ്റെ പറഞ്ഞതിൻ്റെ ആഴം വളരെ വലുതാണ്, ഇങ്ങനെ വലിയൊരു സാധ്യത നമുക്ക് കിട്ടിയത്. സ്പിയാർട്സിൻ്റെ ചെയർപേഴ്സൺ ശ്രീമതി ഷീബ സുരേഷ് സ്പിയാർട്സിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പദ്ധതി എന്താണെന്നും വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണെന്നും എന്തൊക്കെ സഹായങ്ങളാണ് സ്പിയാർട്സും സീഡ് സൊസൈറ്റികളും വഴി നൽകുന്നതെന്നും ഉള്ള ദീർഘമായ ഒരു വിവരണം തന്നെ നൽകുകയുണ്ടായി. സ്പിയാർട്സ് എന്ന് പറയുന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ കീഴിൽ ഓരോ ജില്ലയിലും ഓരോ ബ്ലോക്ക് പഞ്ചായത്തിനെ അടിസ്ഥാനപ്പെടുത്തി സീഡ് എന്ന് പറയുന്ന പേര്, സീഡ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം വിത്തെന്നാണ് പേര്. ഇവിടെ സീഡ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്നാണ്. ഒരു സൊസൈറ്റി എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാധാരണക്കാരായ ആളുകൾക്ക്, വലിയ സാമ്പത്തികം നോക്കാതെ സാധാരണക്കാരായ ആളുകൾക്ക് നമ്മുടെ സമൂഹത്തിലൊരു ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കാനും അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് അവരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുവാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് സീഡ് സൊസൈറ്റികൾ ഞങ്ങൾ ആരംഭിച്ചത്. ആദ്യമായി സീഡ് സൊസൈറ്റി ആരംഭിച്ചത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മലയോര പ്രദേശമാണ്. അവിടെ കർഷകർ വളരെ മണ്ണിനോട് മല്ലടിച്ച്, കാലാവസ്ഥയോട് മല്ലടിച്ചാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സീഡ് സൊസൈറ്റി രൂപീകരിച്ചപ്പോൾ അവിടെ 8 ബ്ലോക്ക് സീഡുകളുണ്ട്. 8 ബ്ലോക്ക് പഞ്ചായത്താണുള്ളത്. ആ 8 ബ്ലോക്ക് പഞ്ചായത്തിന് സീഡുകൾ 2019-20 കാലഘട്ടത്തിലാണ് വന്നത്. ആ 8 സീഡുകളിൽ കൂടിയും ഇപ്പോൾ നിരവധി തയ്യൽ മെഷീനുകൾ, അതുപോലെ തന്നെ ലാപ്ടോപ്പുകൾ, അതുപോലെ സ്കൂട്ടി, നിരവധി പ്രൊജക്റ്റുകൾ ഞങ്ങൾ നടത്തുകയും എല്ലാം വൻ വിജയപ്രദമാവുകയും അവിടെ 54 പഞ്ചായത്തിലും ഓരോ കോർഡിനേറ്റർ വീതം 54 കോർഡിനേറ്റർമാരും അവിടെയുണ്ട്. അവരുടെ താഴെ നിരവധി ഫീൽഡ് പ്രൊമോട്ടേഴ്സ് വർക്ക് ചെയ്യുന്നു. വളരെയധികം സാധാരണക്കാരായ ആളുകൾക്ക് വളരെയധികം പ്രൊജക്റ്റുകൾ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു നേട്ടം. സീഡ് സൊസൈറ്റിയിൽ അംഗത്വം എടുക്കുന്നതിന് വെറും 200 രൂപ മാത്രമേ അംഗത്വ ഫീസുള്ളൂ. കൂടാതെ 120 രൂപ നമുക്ക് വാർഷിക വരിസംഖ്യയായിട്ടും കൂടി അടയ്ക്കണം. 120 രൂപ എന്ന് പറഞ്ഞാൽ മാസം 10 രൂപ മാത്രമേ ആവുന്നുള്ളൂ. അങ്ങനെ 320 രൂപയാണ് സീഡ് സൊസൈറ്റിയിൽ അംഗത്വം എടുക്കുന്നതിന് ആദ്യം നമുക്ക് വേണ്ടത്. 200 രൂപ ആയുഷ്കാല മെമ്പർ ഫീ ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 120 രൂപ വർഷാവർഷം വാർഷിക വരിസംഖ്യ നമ്മൾ അടച്ചു പുതുക്കണം. അപ്പോൾ നിങ്ങളിത് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങളുടെ സിസ്റ്റം എന്ന് പറയുന്നത്, ഒരു പഞ്ചായത്തിൽ ഒരു കോർഡിനേറ്റർ ഉണ്ടാവും. ആ കോർഡിനേറ്ററുടെ കീഴിൽ കുറേയധികം ഫീൽഡ് പ്രൊമോട്ടേഴ്സ് ഉണ്ടാവും. ഫീൽഡ് പ്രൊമോട്ടർമാരുടെ ജോലി എന്ന് പറയുന്നത് 2-3 വാർഡ് അല്ലെങ്കിൽ 1-2 വാർഡ് അവർ നോക്കുക. ഓരോ ഫാമിലിയിലും അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള ആളുകളുടെ അടുക്കൽ ചെന്ന് അവർക്ക് എന്തൊക്കെയാണോ പ്രൊജക്റ്റുകൾ വേണ്ടുന്നത് അതിനെക്കുറിച്ച് പറയുകയും അതനുസരിച്ച് കൃത്യമായി അവരോട് 320 രൂപ വാങ്ങിച്ച് അവരെ മെമ്പറാക്കിയതിന് ശേഷം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ അവരെ ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഞങ്ങൾ ഇവിടുന്ന് സ്പിയാർട്സ് എന്ന് പറഞ്ഞ ട്രസ്റ്റ് ഇവിടുന്ന് ഏതൊക്കെ പ്രൊജക്റ്റ് കൊടുക്കുന്നുവോ ആ പ്രൊജക്റ്റിൻ്റെ സർക്കുലറും ആ പ്രൊജക്റ്റിൻ്റെ ബ്രൗഷറും ഞങ്ങൾ കൃത്യമായിട്ട് ഈ ഗ്രൂപ്പിൽ പ്രതിപാദിക്കും. ആ ഗ്രൂപ്പിൽ കാണുന്ന കാര്യം വെച്ചാണ് ഇവർ നമ്മുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തുകയും ഗുണഭോക്തൃ വിഹിതമായിട്ട് 50% പൈസ അടയ്ക്കുകയും ചെയ്യണം.
50% പൈസ മാത്രമാണ് ഒരു ഗുണഭോക്താവ് അടയ്ക്കേണ്ടത്. ഉദാഹരണം, HP ഒരു ലാപ്ടോപ്പിന് 40 രൂപ മിച്ചമാകുമ്പോൾ 20,000 രൂപ മാത്രമേ നമ്മുടെ ഗുണഭോക്താവ് അടയ്ക്കേണ്ടതുള്ളൂ. IT സോഷ്യൽ മീഡിയ രംഗത്തുള്ള വിദഗ്ധർ അതിനുശേഷം ക്ലാസുകൾ എടുക്കുകയുണ്ടായി. നിങ്ങൾ വോളണ്ടറി എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുമ്പോൾ അതിനുള്ളിൽ എന്താണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും വേർഡുമായിട്ടോ എന്തെങ്കിലും കണക്ട് ചെയ്യുന്നുണ്ടോ? ആർക്കെങ്കിലും പറയാമോ? മിടുക്കരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. വോളണ്ടറി എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ അതിലെന്താണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാമോ? ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നമ്മൾ എന്താണ് NGO എന്നുള്ളത് പറഞ്ഞു, നമ്മൾ വോളണ്ടറിയെ കുറിച്ച് പറഞ്ഞു, ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എന്തൊക്കെയാണെന്ന് പറഞ്ഞു, അറ്റ് ലാസ്റ്റ് TFT എന്താണെന്ന്, ടാസ്ക് ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായോ? ലോകത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ ജോലി സാധ്യതകൾ എന്തൊക്കെയാണ്? എല്ലാത്തിനും നമ്മളിപ്പോൾ ഗൂഗിളിനെയാണ് ബേസ് ചെയ്യുന്നത്. ആ ഗൂഗിളിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കാണാം ഏറ്റവും ഹോട്ടായിട്ടുള്ള ജോബുകൾ എന്തൊക്കെയാണ്. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇത് ഒരു പുതിയ അനുഭവമായി അവർ പിന്നീട് പങ്കുവെക്കുകയുണ്ടായി. എൻ്റെ പേര് അമൃത രഞ്ജിത്ത്. ഞാൻ മാവേലിക്കര കല്ലായംകുളം എന്ന സ്ഥലത്താണ് വരുന്നത്. ഞാനിപ്പോൾ +1 പഠിക്കുന്നത്. ഇവിടെ വന്നത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് സീഡ് സൊസൈറ്റി അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ലാപ്ടോപ്പ് 50% ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഞാൻ PG സ്റ്റുഡൻ്റാണ്. എൻ്റെ വീട് ചിത്രകലായിരുന്നു ഇവിടെ കാണുന്നത്. ഈ പ്രോജക്റ്റിൻ്റെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ കഴിയുന്നത് എനിക്ക് വലിയൊരു സന്തോഷം. എൻ്റെ പേര് ശിവ. ഞാൻ മുതുകുളം ചിങ്ങോലി എന്ന സ്ഥലത്താണ് വരുന്നത്. മുതുകുളം സീഡ് സൊസൈറ്റിയുടെ ഭാഗമായിട്ടാണ് വന്നത്. ഇന്നിവിടെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പ്രോജക്റ്റ് 50% ഡിസ്കൗണ്ടിൽ ലാപ്ടോപ്പ് നൽകുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ലാപ്ടോപ്പ് വാങ്ങാനാണ് ഞങ്ങൾ വന്നത്. ഞാനിപ്പോൾ BTech ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയിൽ 3rd ഇയർ IT സ്റ്റുഡൻ്റാണ്. ഇന്നിവിടെ ഈ മാവേലിക്കരയിൽ ഇന്ന് ലാപ്ടോപ്പിൻ്റെ വിതരണമായി. സ്പിയാർസ് എന്ന് പറയുന്ന NGO, സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന NGOയും ആലപ്പുഴ ജില്ലയിലെ 7 സീഡുകളും കൂടി ചേർന്ന് ഇന്ന് ലാപ്ടോപ്പ് വിതരണം ചെയ്തപ്പോൾ ഏതാണ്ട് 486 ലാപ്ടോപ്പാണ് ഇന്ന് ഇവിടെ കൊടുക്കുവാൻ സാധിച്ചത്. അതിൽ ഏറ്റവും സന്തോഷത്തോടെ പറയുവാൻ സാധിക്കുന്നത് 50% സബ്സിഡിയോടുകൂടിയാണ് ഇവിടെ ഓരോ ലാപ്ടോപ്പും കൊടുത്തത്. ഇവിടെ HP കമ്പനിയുടെ i5 ലാപ്ടോപ്പ് കൊടുത്തിരിക്കുന്നത് വെറും 30,000 രൂപയാണ്. അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഏതാണ്ട് 65,000-ന് മുകളിലാണ്. 65,000-ന് മുകളിലുള്ള ഒരു ലാപ്ടോപ്പ് 30,000 രൂപയ്ക്ക് കാറ്റഗറി ഒന്നും നോക്കാതെ ഞങ്ങൾക്ക് ഇവിടെ കൊടുക്കുവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ i5, i3 ലാപ്ടോപ്പുകൾ ഇവിടെ വിതരണം ചെയ്തു. ഇവിടെ കണ്ടതിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് പല കുട്ടികളും ലാപ്ടോപ്പ് ആദ്യമായിട്ടാണ് അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. അതും MCAയും BCAയും അതുപോലെ തന്നെ MSW ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഇന്നിവിടെ വന്നത്. വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഞങ്ങൾ ലാപ്ടോപ്പ് ഇന്നിവിടെ കൊടുത്തിരിക്കുന്നത്. സർദാർ പട്ടേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ലാപ്ടോപ്പ് ഇത് ഏതാണ്ട് 5ാം ഘട്ടമാണ് ആലപ്പുഴയിൽ വിതരണം ചെയ്യുന്നത്. ഇതിലൂടെ നിരവധി വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ചെയ്തു വരുന്നത്. ഞാനൊരു BTech സ്റ്റുഡൻ്റ്. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് പഠിക്കാനുള്ളതിനകത്ത് അത് ഉപകാരപ്പെടും. എൻ്റെ പേര് അനുശ്രീ. ഞാൻ മുതുകുളം സീഡിൽ വരുന്നു. ഇന്നിവിടെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായി 50% ഡിസ്കൗണ്ടിൽ ഒരു ലാപ്ടോപ്പ് ലഭിക്കുന്നുണ്ട്. അത് ഒരു ലാപ്ടോപ്പ് ഞാനും വാങ്ങി. ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്നതിലൂടെ നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന ഉന്നമനം, ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ മാക്സിമം യൂസ് ചെയ്ത് എല്ലാവരും അവരുടെ സ്കില്ലും ടാലൻറ്റും അപ്ലിഫ്റ്റ് ചെയ്ത് നല്ലൊരു ലിവിങ് കണ്ടീഷൻ കൊണ്ടുവരണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഇതിന് വേണ്ടി എനിക്ക് ഒരവസരം തന്ന സീഡ് സൊസൈറ്റിക്കും ബാക്കിയുള്ള ഫൗണ്ടേഷൻസിനും നന്ദി. താങ്ക് യു.